ഹായ് ഹലോ നമസ്കാരം. ഇന്നലെ ഇട്ട വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു, 5:30 തന്നെ എഴുന്നേറ്റു. ഇപ്പോൾ റെഡിയായി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് ഇതിവരുടെ 60-ാം കല്യാണം എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു നല്ല പ്രായമായിട്ടുള്ള രണ്ടുപേരിങ്ങനെ മാലയൊക്കെ നടന്ന് വരുന്നത് കണ്ടു. അപ്പോൾ അവരെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരറിയാതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് അതിനുശേഷം ഞാൻ സെറ്റും മുണ്ടാണ് എടുത്തിരുന്നത് കേട്ടോ. എടുത്ത് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതിൻ്റെ അത്ര തിരക്കൊന്നും ഇപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം അത്ര ഭയങ്കര തിരക്കൊന്നും പറയാനിട്ടില്ല. ഇനി അടുത്ത് പോകെ തിരക്ക് വരുമായിരിക്കാം. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ അവരെവിടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് വിളിച്ച് ചോദിച്ചു, എവിടെയാണ്, നിങ്ങളെ കാണാനില്ലല്ലോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഗണപതി അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുകയാണ്, അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ അച്ഛനും അമ്മയും സഹോദരനും മാമനും മാമിയും അവരുടെ കസിൻസൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അർജുനും ഷംനാദും ഒക്കെ അതാ നിൽപ്പുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നമുക്ക് നേരത്തെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ നേരത്തെ നമുക്ക് തിരക്ക് കൂടാതെ ആദ്യം കല്യാണം നടത്തണം എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ ടോക്കൺ അനുസരിച്ചാണ് വിളിക്കുന്നത് എന്ന രീതിക്കൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഇന്നത്തെ ദിവസം തന്നെ അവിടെ 124 154 എത്രയോ കല്യാണങ്ങളുണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടു. അങ്ങനെ ടോക്കൺ അനുസരിച്ചാണ് വിളിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ കല്യാണം നടത്താനായിട്ട് വരുന്നുണ്ട്. ഓരോരുത്തർ നേർച്ചകളായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്നവരായിക്കോട്ടെ, കല്യാണം നടക്കാതെ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും കല്യാണം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗുരുവായൂർ വെച്ച് നടത്തിക്കോളാം എന്ന് പറഞ്ഞ് വഴിപാടായിട്ടൊക്കെ അവിടെ വന്ന് കല്യാണം നടത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഇവിടെ മുഹൂർത്തം നോക്കിയാണ് കെട്ടുന്നത്, അങ്ങനത്തെ രീതിക്കായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ടോക്കൺ എടുക്കുന്നു, കെട്ടുന്നു, ഇറങ്ങുന്നു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി ആൾക്കാർ കല്യാണത്തിനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേണം നടത്താൻ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കെട്ട് നടത്താനായിട്ട് സാധിച്ചു. ചെന്ന ഉടനെ തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ കെട്ട് നടത്തിയതിന് ശേഷവും ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഇവർ കെട്ട് കഴിഞ്ഞ് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത സമയത്ത് പോലും ഞങ്ങൾ അവിടെ നിന്ന് അമ്പലമാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ബാക്കി മറ്റു കല്യാണമൊക്കെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ സമയത്ത് ഞങ്ങൾ വന്നിരുന്നപ്പോൾ ഈ ഒരു കല്യാണം മാത്രമേ അതിൽ ഫസ്റ്റ് ഇത് മണ്ഡപത്തിൽ അത് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ മണ്ഡപങ്ങളും ഒഴിഞ്ഞാണ് കിടന്നത്. ഇതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ 4 മണ്ഡപത്തിലും കല്യാണം നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ് നമുക്കും അവിടെ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ താലികെട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ആ ക്ഷേത്രത്തിലേക്ക് അവർ തൊഴാനായിട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് ചെക്കനും പെണ്ണും കേട്ടോ. ഇവിടെ ഞങ്ങളുടെ അഞ്ജനക്കുട്ടിയുടെ ആഗ്രഹമായിരുന്നു, അവൾക്ക് ജീവിതത്തിൽ ഒരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂർ വെച്ച് തന്നെ വേണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു, അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് കേട്ടോ ഇവിടെ വെച്ച് കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോട്ടോ സെക്ഷന് വേണ്ടി എല്ലാവരും കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു കല്യാണത്തിന് മാത്രമാണെന്ന് തോന്നുന്നു ഏറ്റവും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. ബാക്കി എല്ലാ വിവാഹത്തിന് വേണ്ടി നിൽക്കുന്നവർക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളിലൊക്കെയാണ് അവർ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരു കല്യാണത്തിന് വേണ്ടി. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് 28-ാം തീയതി കല്യാണം ഭയങ്കര നല്ലൊരു രീതിയിൽ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ ചുരുക്കം പേരെ മാത്രമേ അവർ ഈ പയ്യൻ്റെ സൈഡിലായിരുന്നാലും പെണ്ണിൻ്റെ സൈഡിൽ നിന്നായിരുന്നാലും വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 28-ാം തീയതി എന്തായാലും കല്യാണത്തിന് എല്ലാവരും വിളിക്കുമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി ഈ ഒരു ചടങ്ങിന് വേണ്ടി കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താലികെട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ അത് ട്രിവാൻഡ്രത്ത് എന്നുള്ള ഫംഗ്ഷനാണ് നടത്തുന്നത്. ഇനി തൊട്ട് ബാക്കിൽ ഒരു കുളമുണ്ട്, ആ കുളമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു ചെക്കനും പെണ്ണും എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ കെട്ട് കഴിഞ്ഞിട്ടില്ല, അതിന് തൊട്ട് മുമ്പുള്ള ഫോട്ടോസൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ഒന്ന് നടക്കാൻ പോയപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നു. അവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അകത്തും വെള്ളവും സംഭാരമൊക്കെ ഉണ്ടായിരുന്നു, അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്
പുറത്തേക്ക് പോയത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് വളയും ബ്രേസ്ലെറ്റും ഒക്കെ കണ്ടു. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. നല്ല ഗോൾഡൻ കളറിൽ ബ്ലാക്കും ഒക്കെ ആവുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയുണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഒന്ന് ചുറ്റി കാണാമെന്ന് കരുതി ഓരോ സൈഡിലും പോയി. ഭയങ്കര തിരക്ക്, രാവിലെ വന്നതിനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാരണം നമ്മൾ രാവിലെ വന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു, ഇതിന് ശേഷം തിരക്ക് കൂടും എന്ന്. കുറച്ച് നേരം ഞങ്ങൾ മറു സൈഡിൽ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. കാരണം അവിടെ ആൾക്കാർ ദർശനത്തിനായിട്ട് പോകാനായിട്ടുള്ള ആൾക്കാരെ കയറ് കെട്ടി അവർ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് അവർ കയറ് കെട്ടിയിരിക്കും, അതിന് ശേഷമായിരിക്കും തുറന്ന് വിടുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ചുമ്മാ എല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം കാണാൻ സാധിച്ചത്. മാരേജ് രജിസ്ട്രേഷൻ സെൻറ്റർ, അവിടെ തന്നെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് ഇരു സൈഡിലും കടകളാണല്ലോ, അപ്പോൾ കടകളുടെ ഒരു വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കെട്ട് കഴിഞ്ഞതിന് ശേഷം സദ്യയും കഴിച്ചു. അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്നാണ് എല്ലാവർക്കും സദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും സദ്യയും കഴിച്ചു. ഞങ്ങൾ ഒരു 1:30 തന്നെ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി താഴെ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ ആ വണ്ടിയിൽ കയറി ഞങ്ങൾക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ആ വണ്ടിയിൽ ഞങ്ങൾക്ക് പോവാം. എല്ലാവരുമായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് പോലത്തെ ഒരു ബസ്സായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഞങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. ആദ്യമേ അവരെല്ലാവരും ചെന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിൻ കയറി. ജനശതാബ്ദിയിലാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ച് വന്നു. അപ്പോൾ 28-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും പിരിയുകയാണ്. ട്രിവാൻഡ്രത്ത് രാത്രി ഒരു 9:30-10 മണിയായപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിരുന്നു. ഓക്കെ, പിന്നെ അവിടെ നിന്ന് നേരെ ബസ് കയറി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.